സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ വളരെ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചോടിച്ചു വിടാനായിട്ടുള്ള ശ്രമത്തിലാണ് സേതുവും പല്ലവിയും. ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ ആ ഒരു പ്രശ്നം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇന്ദ്രനെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് പണി 18 നോക്കിയിട്ടും പല്ലവിക്ക് അതൊന്നും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവിടെ ഇന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ രാവിലെ പല്ലവി ആ റൂമെല്ലാം ഒതുക്കി അടുക്കളയെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ടേബിളിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഭക്ഷണമൊന്നും ആയില്ല, എനിക്ക് വിശക്കുവാണ്, എന്തെങ്കിലും കൊണ്ട് വെക്കാനായിട്ട് നോക്ക് എന്നൊരു അധികാര രൂപത്തിൽ ഇന്ദ്രൻ സംസാരിച്ചു. അത് പല്ലവിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സേതു വന്നു, ശോഭയും വന്നു. എന്നാൽ ഇന്ദ്രൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും വിശക്കുന്നില്ലേ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുതാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുകയും സേതുവിനെയും പല്ലവിയെയും കളിയാക്കുകയും സേതു എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്, വഴിയെ പോകുന്നവർക്ക് കയറി താമസിക്കാനുള്ള ഒരു ഇടമല്ല ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിക്കുകയും ചെയ്യുവാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു ശോഭ പല്ലവിയോട് പറയുന്നത്, പല്ലവി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കൊടുക്കുക, അവന് കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കഞ്ഞിയാണ് ഇവിടെ കഴിക്കാനായിട്ട് കഞ്ഞിയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉപ്പ് ലേശം കുറവ് മതി, എനിക്ക് അത്യാവശ്യം ഒരു നുള്ളിട്ടാൽ മതി, ബാക്കി നല്ല ഉപ്പ് കുറവേ ഇടാവൂ, ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അതിനെന്താ ആയിക്കോട്ടെ. പല്ലവി നേരെ ചെന്നു ഒരു ബൗളിലേക്ക് വേറെ സെപ്പറേറ്റ് കഞ്ഞി ഒഴിച്ചു വെച്ചു. എന്നിട്ട് ഒരു ബോട്ടിലും പകുതിയോളം ഉപ്പും ആ പാത്രത്തിനകത്ത് തട്ടിയിട്ട് അത് ഇന്ദ്രന് കഴിക്കാനായിട്ട് കൊണ്ടുകൊടുത്തു. ഇന്ദ്രൻ അത് സന്തോഷത്തോടു കൂടി കഴിച്ചു തുടങ്ങുമ്പോഴാണ് ഉപ്പിന്റെ നഞ്ചുകൊണ്ട് ഇന്ദ്രന് വാ പോലും തുറക്കാൻ പറ്റാത്ത അമ്മാതിരി ഉപ്പായിരുന്നു. സഹിക്കാൻ പറ്റാതെ ഒരുവിധം കാടിച്ചു പിടിച്ച് കുറച്ച് കഴിച്ചു. ഇനി എന്തായാലും ഞാനിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഇന്ദ്രൻ പോയി. പക്ഷെ പല്ലവിയെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട്, എങ്കിലും കേസിന്റെ കാര്യം ആയതുകൊണ്ട് മിണ്ടാതെ നിൽക്കുവാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രന്റെ ഈ ഒരു നെട്ടോട്ടം കണ്ടിട്ട് പല്ലവിക്ക് സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ഇന്ദ്രൻ നേരെ പോയത് കാട്ടൂരാൻ വക്കീലിന്റെ അടുത്തേക്കാണ്. കാട്ടൂരാൻ വക്കീലിനെ കണ്ടു, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും വേണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഭാര്യ വീട്ടിൽ പോയിട്ട് നടക്കുന്ന ക്രൂരതകൾക്കെതിരെ ഒരു കേസ് കൊടുക്കാം, അല്ലാതെ ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ദ്രന്റെ മനസ്സിലത് തന്നെയാണ്. എങ്ങനെയെങ്കിലും പല്ലവിയുടെ അവിടെ ആ ഒരു കേസ് കഴിയുന്നത് വരെ അവിടെ പിടിച്ചു നിൽക്കണം. അതിനിടയിൽ പല്ലവി തന്നോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, തനിക്ക് ഭക്ഷണം പോലും തരുന്നില്ല, കിടന്നുറങ്ങാനായിട്ട് ഒന്നുമില്ല, അങ്ങനെയൊക്കെ പല്ലവി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം ശേഖരിച്ചു വെച്ച് കോടതിയിൽ ഹാജരാക്കുകയും ഈ ഒരു ഡിവോഴ്സ് കേസ് റദ്ദാക്കാനായിട്ടും ഉള്ള ശ്രമവുമാണ് ഇന്ദ്രൻ നടത്തുന്നത്. അതിൽ സപ്പോർട്ടായിട്ട് കാട്ടൂരാൻ വക്കീലും ഉണ്ട്. ഇപ്പൊ നേരെ ഇന്ദ്രൻ വീട്ടിലോട്ട് ചെന്നു. ഓരോ അവസരം നോക്കി ഓരോ സമയത്തും കിട്ടുന്ന സമയത്തെല്ലാം ഇന്ദ്രനെ പൂട്ടാനായിട്ടുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സേതുവും പല്ലവിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല്ലവി രാത്രി ഉറങ്ങാനായിട്ട് റൂമിലോട്ട് പോകുമ്പോൾ ആരോ കിടക്കുന്നത് കണ്ടു. ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഇന്ദ്രനാണ്. ദേഷ്യം വന്ന് പല്ലവി അയാളെ ആ റൂമിൽ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി എല്ലാവരോടുമായിട്ട് പോയി പറയുകയും, ഇന്ദ്രനെ എൻ്റെ റൂമിൽ കിടത്താൻ പറ്റത്തില്ല, എനിക്ക് സമാധാനവും സന്തോഷം വേണം, ഇയാൾ ഒരിടത്തും കിടക്കാൻ പാടില്ല എന്ന് പല്ലവി പറഞ്ഞു. ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ശരി, ഞാൻ എൻ്റെ ഭാര്യ കൂടെയല്ലേ ജീവിക്കുന്നത്, എങ്കിൽ എൻ്റെ ഭാര്യയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നത്, അതിന് ആർക്കും എതിർപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സാധിക്കത്തില്ല എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് പറയുകയും, എന്നാൽ സോഫയിലോ ഈ വീട്ടിലോ എൻ്റെ റൂമിലോ ഒരിടത്തും നിങ്ങളെ കിടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഇന്ദ്രനെ കിടത്താൻ സാധിക്കത്തില്ല എന്ന് പല്ലവി വാശി പിടിച്ചു. അപ്പോൾ രാജലക്ഷ്മി വന്നിട്ട്, നീ എന്ത് ഒരു പെൺകുട്ടിയാണ്, ഒരാളെ ഒരിടത്ത് സുഖമായിട്ട് കിടക്കാൻ പോലും നീ സമ്മതിക്കത്തില്ലേ, എന്നാൽ ഇന്ദ്രന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഇവിടെ ഒന്നും കിടക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു. അവസാനം ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി സോഫയിൽ തന്നെ കയറി കിടന്നു. എന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരും ഒന്നിനും മിണ്ടിയില്ല. പല്ലവി തന്റെ റൂമിലോട്ട് പോയി, എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പതുക്കെ രാജലക്ഷ്മി തുണിയെല്ലാം എടുത്തുകൊണ്ട് സോഫയിൽ ഇന്ദ്രനൊപ്പം വന്ന് കിടക്കാനായിട്ട് നോക്കുവാണ്. നീ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് റൂമിൽ സുഖമായിട്ട് കിടക്കുന്നത് എന്നാണ് രാജലക്ഷ്മി പറഞ്ഞത്. എന്നാൽ അമ്മേ, ഇതെല്ലാം എൻ്റെ ഒരു ട്രിക്കാണ്, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ എനിക്ക് കോടതിയിൽ പല്ലവിക്കെതിരെ വാദിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ഒരു ട്രിക്കാണെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത്. ഇങ്ങനെ ഈ ഒരു ഇതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും,
അങ്ങനെ രാജലക്ഷ്മി റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് ഇന്ദ്രൻ പതുക്കെ സോഫയിൽ പിന്നെ തറയിൽ കയറി കിടന്നു. തറയിൽ കയറി കിടന്നിട്ട് തന്നെ തറയിലാണ് കിടത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കാനായിട്ട് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇന്ദ്രൻ സുഖമായിട്ടിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ കിടിലൻ പണികൾ പല്ലവിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ നിൽക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ സേതുവും പല്ലവിയും രാവിലെ തന്നെ ഊർമിളയെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഭേദനത്തിനോ അല്ലെങ്കിൽ തനിക്ക് ജീവന ഭീഷണിയാണെന്നോ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെതിരെ ഒരു കേസ് കൊടുക്കാം. പക്ഷെ അതിനും തെളിവുകൾ വേണം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം ഭർത്താവാണ്, ഇപ്പോഴും ഡിവോഴ്സ് കേസ് അവസാനിച്ചിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല. അതിനു മുന്നേ സ്വന്തം ഭർത്താവിന് സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഏതൊരു കോടതിയിലും തെളിയിക്കാനായിട്ട് ഇന്ദ്രന് സാധിക്കും. അതുകൊണ്ട് നീ കുറച്ചൊന്ന് സഹിച്ചേ മതിയാകൂ എന്നാണ് ഊർമിള പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനി എന്ത് സംഭവിക്കാം? കേസിന്റെ വിധി വരുമ്പോൾ ആരായിരിക്കും വിജയിക്കാൻ പോവുക, ആരായിരിക്കും പരാജയപ്പെടാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ. അതുവരേക്കും ടാറ്റാ ബൈ.